പിണറായി വിജയനുമായിട്ട് അങ്ങേക്ക് ശരിക്കും നല്ല ആത്മബന്ധമുണ്ടായിരുന്നല്ലോ. അപ്പോ ഇപ്പൊ പാർട്ടി വിട്ട ശേഷം ഒരു രാഷ്ട്രീയ ചെറ്റത്തരം എന്നൊരു പ്രയോഗം ഉപയോഗിക്കുമ്പോൾ അത് അങ്ങേക്ക് എങ്ങനെയാണത് ഫീൽ ചെയ്യുന്നത്? അതിനോട് ആ രൂപത്തിൽ തന്നെ മറുപടി പറയാൻ അങ്ങ് തയ്യാറായിട്ടില്ല. അതിനുശേഷം AK ബാലന്റെ പ്രതികരണം ചെറ്റത്തരം എന്നും ചെറ്റ എന്നും രണ്ട് വാക്കിനും രണ്ട് അർത്ഥമാണെന്നും അദ്ദേഹം ഡിക്ഷണറി ഒക്കെ എടുത്തിട്ടാണ് അതിനെ ന്യായീകരിക്കാൻ വന്നത്. അപ്പൊ ഇതിനൊക്കെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? സഖാവ് പിണറായി വിജയൻ ഇത്തരം ഒരു പരാമർശം നടത്താൻ പാടില്ലാത്ത ആളാണ്. ബാലന് എന്ത് വേണേലും പറയാം. ബാലനെ ആര് ശ്രദ്ധിക്കുന്നു? ബാലന് ഞാൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഓരോ ഡിക്ഷണറി എല്ലാം എടുത്ത് പരിശോധിക്കുക എന്തൊരു. അപ്പോൾ അതെല്ലാം ഒരു എന്താ പറയുക, ആവശ്യമില്ലാത്തൊരു ജോലി. അതായത് ഫീസില്ല വക്കീലായിട്ടാണ് ബാലൻ പ്രവർത്തനം. ഒരു മാസം ഒരു 5 തവണയെങ്കിലും അദ്ദേഹം വക്കാലത്ത് ഹാജരാക്കുമല്ലോ. അതാരും ശ്രദ്ധിക്കുന്നു? അദ്ദേഹത്തിൻ്റെ വില അദ്ദേഹം കൊണ്ട് കളഞ്ഞു. പിന്നെ എൻ്റെ സുഹൃത്തായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് യോജിക്കാത്ത മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മുഴുവൻ ജനങ്ങളുടെയും നേതാവാണ്. CPM-ൻ്റെ മാത്രമല്ല, മുഴുവൻ ജനങ്ങളുടെയും നേതാവാണ്. അങ്ങനെ ഉയരാൻ അദ്ദേഹത്തിന് കഴിയത്തില്ല. അദ്ദേഹം CPM-ൽ തന്നെയുള്ള പല പുസ്തകങ്ങളിലും വൈവിധ്യമാർന്ന അഭിപ്രായങ്ങളുള്ള, പരസ്യം പറയുന്നുണ്ടാവില്ല, അഭിപ്രായങ്ങളുള്ള ആ സഖാക്കളെപ്പോലും പലപ്പോഴും പ്രതിനിധീകരിക്കുന്നില്ല. അവരുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും അദ്ദേഹം കണക്കിലെടുക്കുന്നില്ല. പിന്നെ ജനങ്ങളുടെ കാര്യം പറയണോ? അപ്പോൾ ഏകപക്ഷീയമായി അദ്ദേഹം തീർപ്പ് കൽപ്പിക്കുകയും ഓരോ തരം വിളികൾ വിളിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം കേരളത്തിൻ്റെ മുഴുവൻ ജനങ്ങളുടെയും പേട്രൺ ആയ മുഖ്യമന്ത്രി എന്നുള്ള ആ നിലവാരം അദ്ദേഹം ഇപ്പോൾ കാത്തു സൂക്ഷിക്കുന്നില്ലല്ലോ. പക്ഷേ പിണറായി വിജയന്റെ ഒരു ശൈലി നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പരനാറി പ്രയോഗം NK പ്രേമേന്ദ്രനുമായി ബന്ധപ്പെട്ട് അതും മുന്നണി വിട്ടപ്പോഴായിരുന്നല്ലോ അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. അപ്പോൾ അന്ന് അതിന് എതിർത്തത് ശരിയല്ല എന്നൊരു തോന്നൽ അങ്ങേക്കുണ്ടായിരുന്നു. ആ പദപ്രയോഗം എന്നെ പോലുള്ളവരാരും അത് എടുത്ത് പ്രചരിപ്പിച്ചില്ലല്ലോ. അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചു, ബിഷപ്പിനെ വേറൊന്ന് വിളിച്ചു, ഇപ്പം എന്നെ ഇങ്ങനെ വിളിച്ചു. ചെറ്റയും ചെറ്റത്തരവും രണ്ടാണ് എന്ന് ബാലൻ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ ഗവേഷണം നടത്തി. ഇതൊക്കെ ആര് ശ്രദ്ധിക്കുന്നു? ചെറ്റത്തരവും പറയാൻ പാടില്ല. അതിന്മേൽ ഞാനാണ് വ്യാഖ്യാനിച്ചത്. ചെറ്റ പുര, ചെറ്റക്കുടിൽ, ഈ 2 വാക്കുകൾ പാവപ്പെട്ടവരുടെ ആവാസ കേന്ദ്രങ്ങളെ പറ്റി മലയാള ഭാഷയിലുള്ളതാണ്. യഥാർത്ഥത്തിൽ അവരെ ആക്ഷേപിച്ചിരിക്കുകയാണ്. ഞാനും അതുപോലൊരു ചെറിയ കുടിലാണ് ആദ്യം ജനിച്ചത്. ചെറ്റത്തരവായാലും ചെറ്റയായാലും എന്തായാലും മുഖ്യമന്ത്രിക്ക് ഈ ഭാഷ പാടില്ല. അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം, എൻ്റെ നിഘണ്ടുവിലെ അവസാന വാക്കല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിഘണ്ടുവിൽ ഒരുപാട് വാക്കുകളുണ്ട്. അദ്ദേഹത്തിനൊരു നിഘണ്ടു ഉണ്ടെന്നാണ് പറയുക. പക്ഷെ ഓരോ ആളിലും ഓരോ നിഘണ്ടു ഉണ്ടോ?